ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സെമി സ്റ്റിച്ച്ഡ് പാറ്റേണിൽ വന്നിരിക്കുന്ന കഫ്താൻ കളക്ഷൻസ് ആണ് വരുന്നത്. ഇതിപ്പം ഞാനിപ്പം ഉടുത്തിരിക്കുന്നതും ആ ഒരു ടൈപ്പിൽ തന്നെയാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഏരിയ മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ലോവർ ഏരിയയും നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. വീനെക്കിൽ വരുന്ന കഫ്താൻ കളക്ഷൻസ് ആണ് വരുന്നത്. സെമി സ്റ്റിച്ചിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. സാരി കഫ്താൻസ്. ഫസ്റ്റ് വൺ ഇതാണ്, നല്ലൊരു പപ്പായ ഓറഞ്ചും ഒരു സൺസെറ്റ് ഓറഞ്ച് എല്ലാം കൂടെ ചേർന്ന് വരുന്ന നല്ലൊരു ഷെയ്ഡാണ്. സിൽക്കാണ് സാരിയുടെ ഫാബ്രിക്. കഫ്താന്റെ ഫാബ്രിക് വരുന്നത് സിൽക്കാണ്. അതിൽ ആ ഒരു ബന്ദേജ് ഡിസൈനിലാണ്, ബാന്തിനി ഡിസൈനാണ് ഫുൾ ആ ഒരു കഫ്താൻ വരുന്നത്. ഇതിന്റെ ആ ഒരു നെക്ക് പോർഷൻ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വീനെക്കിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സെപ്പറേറ്റ് ഇന്നർ ആയിരിക്കും ഇതിന് നല്ലത്. കൂടുതൽ ഞാനിപ്പോൾ ഇതിലൊരു വൈറ്റ് ഇന്നർ ആണ് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അത് ഇടുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു ഫിനിഷിൽ കഫ്താൻ നിൽക്കും. ഒരിക്കലും കഫ്താൻ നമ്മൾ അറ്റാച്ച് ലൈനിങ് ചെയ്യാറില്ല. അപ്പോൾ ഇന്നർ ഒരു ലോങ് ഒരു ഇന്നർ ഇടുകയാണെങ്കിൽ അതും ഒരു വീനെക്കിലെ ഇന്നർ വേണം. വീനെക്കിലെ ഇന്നർ ആണെങ്കിൽ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ലോവർ പാർട്ടിലും ഈ ഒരു നമ്മുടെ വണ്ണം അനുസരിച്ചിട്ട് നമുക്ക് ഇതിന്റെ സൈഡിൽ നമുക്ക് അത് സ്റ്റിച്ച് ചെയ്താൽ മതിയാവും. ഇതായിരിക്കും ആ ഒരു ലുക്ക് വരുന്നത്. നല്ലൊരു ഓറഞ്ച്, ഒരു പപ്പായ ഓറഞ്ച് പ്ലസ് സൺസെറ്റ് ഓറഞ്ച് ആണ് ഒരു കഫ്താന്റെ ബേസ് വരുന്നത്. അതിലൊരു മൾട്ടി കളറിൽ ബാന്തിനി ഡിസൈനിലാണ് ഫുൾ വരുന്നത്. ബാക്ക് സൈഡും ഫ്രണ്ടും എല്ലാം ഒരേ പാറ്റേൺ തന്നെ ആയിരിക്കും വരും. ഇതാണ് ബാക്ക് സൈഡ് വരും. നമ്മുടെ ലെങ്ത്തിനും നമ്മുടെ വണ്ണത്തിനും അനുസരിച്ചിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. സെമി സ്റ്റിച്ച് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഡിഫറെന്റ് കളേഴ്സും ഡിഫറെന്റ് ഡിസൈൻസും വരുന്നുണ്ട്. നെക്സ്റ്റ് കഫ്താൻ, ഇത് ഒറിജിനൽ ബാന്തിനിയിലാണ് വന്നത്. ഇതിന് മുൻപത്തെ കഫ്താൻ വന്നത് ഡിസൈൻ ആയിരുന്നു വന്നത്. ഇത് ഒറിജിനൽ ബാന്തിനി ടൈ ചെയ്ത് തന്നെ വന്നിരിക്കുന്നതാണ്. ഇതായിരിക്കും ഫുൾ ആ ഒരു ലുക്ക് വരുന്നത്. ഞാൻ ക്ലോസറിൽ കാണിക്കാം. ഇത് ബാന്തിനി ആ ടൈ ചെയ്ത് തന്നെ വരുന്ന പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇതൊരു മൾട്ടി കളറിൽ തന്നെ വന്നിട്ട് ഒരു സെറി വുമൺ സ്റ്റൈലായിരിക്കും ഡബിൾ സൈഡിലും ഒരു പാറ്റേൺ വരുന്നത്. ഇതാണ് ഫുൾ പാറ്റേൺ. സെയിം തന്നെ ആയിരിക്കും ബാക്ക് സൈഡും വരിക. ഇതാണ് ഓവറോൾ ലുക്ക്. ഇതിനൊരു വൈറ്റ് ആണ്. വൈറ്റ് ഒരു എല്ലാ കഫ്താനും വീനെക്കിലായിരിക്കണം. കാരണം ഇതിന്റെ നെക്ക് വരുന്നത് വീനെക്കാണ്. അതുകൊണ്ട് ഇന്നർ നമ്മൾ സെപ്പറേറ്റ് ഇന്നർ ഇടുമ്പോൾ വീനെക്കിലുള്ള ഒരു ലോങ് ഇന്നർ ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും. കാരണം മണ്ണുള്ളവർക്കും മണ്ണില്ലാത്തവർക്കും എല്ലാം ഒരുപോലെ തന്നെ നമുക്ക് ആ ഒരു മെഷർമെന്റിൽ തന്നെ സ്റ്റിച്ച് ചെയ്താൽ നല്ലൊരു എലഗന്റ് ലുക്ക് ആയിരിക്കും. നെക്സ്റ്റ് കഫ്താന്റെ പാറ്റേൺ പറയുകയാണെങ്കിലും ഇതും റിയൽ ബാന്തിനിയിൽ തന്നെ ടൈ ചെയ്ത് വന്നിരിക്കുന്ന പാറ്റേൺ ആണ്. നല്ലൊരു വൈറ്റ് ആൻഡ് ഒരു റസ്റ്റിക് ഓറഞ്ച് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഇതായിരിക്കും ഫുൾ ലുക്ക് വരുന്നത്. നെക്സ്റ്റ് കളർ നല്ലൊരു പീച്ചും ഓറഞ്ചും കൂടി ബ്ലെൻഡഡ് ആണ്. ആ ഒരു സാരിയുടെ കളർ, ഞാൻ എപ്പോഴും സാരിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്, സാരിയിൽ നിന്ന് പെട്ടെന്ന് പറയുന്നതാണ് കേട്ടോ, സോറി. ഈ കഫ്താന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ പീച്ച് ബ്ലെൻഡഡ് ഒരു റസ്റ്റിക് ഓറഞ്ച് ആണ്. ഇതിൽ ബാന്തിനി ഡിസൈനാണ് വന്നിരിക്കുന്നത്. ബാന്തിനി പ്രിന്റിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ താഴെയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് ഹൈറ്റ് കുറവുള്ളവർക്ക് നമുക്ക് ആ രീതിയിൽ ചെയ്യാം. ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ സഫിഷ്യന്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് കളർ നല്ലൊരു യെല്ലോ ആണ് സാരി വന്നിരിക്കുന്നത്. ഒരു ഗ്രീൻ ടിൻറ്റഡ് യെല്ലോ ആണ്. ഇതും ബാന്തിനി പ്രിന്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇതിന്റെ സൈഡും ആ ഒരു താഴെ ഭാഗം ഫിനിഷ് ചെയ്യാതെ നമ്മുടെ ആ ഒരു ആർക്കാണോ സഫിഷ്യന്റ് ആയിട്ട് ആ ഒരു ലെങ്ത്തും വിട്ടും വേണ്ടത് അതിനനുസരിച്ച് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കേട്ടോ. എപ്പോഴും അൺഫിനിഷ്ഡ് ആയിട്ടായിരിക്കും ലോവർ ഏരിയ വരിക. ഈ താഴെ ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്തിട്ടില്ല. സൈഡ് നമുക്ക് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത്. നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയാവും. നെക്ക് പോർഷനാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ലുക്ക് വരും. അതിന്റെ തന്നെ സെയിം കോമ്പിനേഷൻ തന്നെ നെക്സ്റ്റ് ഡിസൈനാണ് വരുന്നത്. ബാന്തിനി ഡിസൈനിൽ ഈ ഒരു പാറ്റേണിലായിരിക്കും അടുത്ത കഫ്താൻ വരുന്നത്. എല്ലാം നല്ല നല്ല കളേഴ്സിലാണ് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് നല്ലൊരു മാംഗോ യെല്ലോ ആണ് സാരി കഫ്താൻ വന്നിരിക്കുന്നത്. സെയിം ബാന്തിനി പ്രിന്റ് ആണ് ഫുൾ ബോഡി വരുന്നത്. ഇതായിരിക്കും ലുക്ക് വരും. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ കഫ്താന്റെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു പപ്പായ ഓറഞ്ച് ആണ് വരുന്നത്. ഫുൾ ആ ഒരു ബാന്തിനി ഡിസൈൻ തന്നെ വരുന്നത്. ഇതെല്ലാം സിൽക്ക് ഫാബ്രിക്കിൽ വരുന്നതുകൊണ്ട് തന്നെ എല്ലാ സാരീസും എല്ലാ കഫ്താൻസും ഡ്രൈ വാഷ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. എല്ലാത്തിനും സെപ്പറേറ്റ് ഇന്നർ ഇടുക. നെക്സ്റ്റ് കഫ്താന്റെ കോമ്പിനേഷൻ വൈറ്റ് വിത്ത് വയലറ്റ് ആണ്. ഇത് റിയൽ ബാന്തിനിയിലാണ് വന്നിരിക്കുന്നത്. ബാന്തിനി ടൈ തന്നെ വന്നിരിക്കുന്നതാണ്. ഈ ഒരു പാറ്റേൺ ആണ്. ഇതെല്ലാം നമ്മൾ അയൺ ചെയ്യരുത്, ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അതാണ് അതിന്റെ ഒരു ഭംഗി. കാരണം ആ ഒരു ക്രഷ് ഫീൽ ആണ് ആ ഒരു ബാന്തിനിയുടെ ആ ഒരു എന്താ പറയുക ഒരു ക്ലാസി ലുക്ക് തരുന്നത് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ്. സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും ഫ്രണ്ടും ബാക്കും എല്ലാം എല്ലാ കഫ്താൻസും ഒരേ പാറ്റേൺ തന്നെ. ഇതാണ് ലുക്ക് വരും. നെക്സ്റ്റ് കഫ്താനും റിയൽ ബാന്തിനിയിൽ തന്നെ ടൈ ചെയ്ത് തന്നെ വന്നിരിക്കുന്നതാണ്. വൈറ്റ് വിത്ത് നല്ലൊരു പാരറ്റ് ഗ്രീൻ ആണ് കഫ്താന്റെ ഒരു കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഇതിന് വൈറ്റ് സ്ലിപ്പ് ആയിരിക്കും ആപ്റ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് കഫ്താൻ വരുന്നത് ഈ ഒരു പാറ്റേണിലാണ്. ഇതും ആ ഒരു റിയൽ ബാന്തിനിയിൽ തന്നെ വരുന്നത്. ഇതായിരിക്കും ആ ഒരു ലുക്ക് വരിക. നെക്സ്റ്റ് കഫ്താൻ വരുന്ന ഈ ഒരു പാറ്റേൺ ആണ്. ഈ ഒരു കോമ്പിനേഷനിലാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടിരിക്കുന്നത്. സെയിം സ്റ്റൈൽ ഒരു വൈറ്റ് ലൈനിങ് ആണ്. ഇന്നറാണ് ഇതിന്റെ കൂടെ ആപ്റ്റ് ആയിട്ട് വരുന്നത്. എല്ലാ ലൈനിങ്ങിനും വീനക്കായിരിക്കും വേണ്ടത്. കാരണം വീനക്കിലാണ് നമ്മൾ ഈ കഫ്താന്റെ ഫ്രണ്ടിനൊക്കെ ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 2 ഇഞ്ച് താഴ്ത്തിയുള്ള വീനക്കായിരിക്കും ആ ഒരു ഇന്നറിലും വേണ്ടത്. ഇതായിരിക്കും പാറ്റേൺ വരും. നെക്സ്റ്റ് കഫ്താന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ വൈറ്റും നല്ലൊരു ബേൺ ഓറഞ്ചും കൂടിയാണ് കോമ്പിനേഷൻ. ഇതും റിയൽ ബാന്തിനിയാണ്. റിയൽ ബാന്തിനി അറിയാലോ, നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്തെടുക്കുന്നതാണ്. ഇതായിരിക്കും പാറ്റേൺ വരും. നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സിലാണ് എല്ലാ കഫ്താൻസും വന്നിരിക്കുന്നത്. ഇത് വരുന്ന നല്ലൊരു ബേൺ ഓറഞ്ച് ആണ്. കഫ്താന്റെ ആ ഒരു കളർ പാലറ്റ് പറയുകയാണെങ്കിൽ അതിൽ മൾട്ടി കളറിൽ ബാന്തിനി ഡിസൈൻ ആണ്. ബാന്തിനി പ്രിന്റിലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ഫാബ്രിക് മാറിയിട്ടുണ്ട്. ഇത് വരുന്ന പ്യുവർ ജോർജറ്റിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് പാറ്റേൺ വരിക. അതേ വീനെക്ക് പാറ്റേൺ സെയിം സ്റ്റൈലിൽ തന്നെ സെമി സ്റ്റിച്ച്ഡ് ആണ് എല്ലാ കഫ്താൻസും വന്നിരിക്കുന്നത്. ഇത് ലാസ്റ്റ് കഫ്താനാണ് വന്നിരിക്കുന്നത്. നല്ല കോമ്പിനേഷനാണ് എല്ലാ കഫ്താനും വന്നിരിക്കുന്നത്. ഇത് വരുന്നത് ബാന്തിനി പ്രിന്റിലാണ് വന്നിരിക്കുന്നത്.
കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ഒരു വൈറ്റും യെല്ലോയും കൂടെയുള്ള കോമ്പിനേഷനിലാണ്. നമുക്കെല്ലാം വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്സാപ്പ് വഴി പർച്ചേസ് ചെയ്യാം. 9947135468 ആണ് നമ്മുടെ ഗൂഗിൾ പേ നമ്പർ. ക്ലൗഡ് ഡിസൈൻസിൽ ആ ഒരു ലോഗോയിലുള്ള ഗൂഗിൾ പേയിലാണ് നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ നമുക്ക് വെബ്സൈറ്റ് വഴി പർച്ചേസ് ചെയ്യാം. ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. രണ്ട് സൈഡിലും ആ ഒരു ബാന്തിനി ഡിസൈൻസ് വന്നിട്ട് നല്ലൊരു യെല്ലോ ആണ് ഈ ഒരു കഫ്താന കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ അതേ സെപ്പറേറ്റ് ഇന്നർ ആയിരിക്കും എല്ലാ കഫ്താനും വേണ്ടത്. വീനക്കാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, കാരണം എല്ലാ കഫ്താന്റെ നമുക്ക് നെക്ക് പോർഷൻ വരുന്നത് വീനക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നറിലും ആ ഒരു 2 ഇഞ്ച് താഴ്ത്തിയുള്ള ഒരു വീനക്കിലുള്ള ഇന്നറാണ് നമുക്ക് ഇതിന്റെ കൂടെ യൂസ് ചെയ്യേണ്ടത്. ഇത് നല്ലൊരു ലുക്കിൽ വന്നിരിക്കുന്നതാണ് ലാസ്റ്റ് കഫ്താൻ.